കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെയൊക്കെ പല നല്ല ഉപദേശങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്ത് എടുത്തിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത്, നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു ഷാംപൂ യൂസിന് മുന്നേ നമ്മുടെ ഹെയർ നന്നായിട്ട്, നമ്മൾ ഏത് ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് എപ്പോഴാണെങ്കിലും, ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഹെയറിൽ മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. സ്കാൽപ്പ് വൃത്തിയാക്കുന്നതിലായിരിക്കണം ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും മുടി ഉണക്കുമ്പോൾ അത് എയർ ഡ്രൈ തന്നെ നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വളരെ മൃദുവായ ടവൽ ഉപയോഗിച്ച് തന്നെ അത് മൃദുവായി ഒപ്പിക്കൊടുക്കുക. അല്ലാതെ വളരെ ഹാഷായിട്ടൊന്നും നമ്മുടെ മുടിയെ നമ്മൾ കഷ്ടപ്പെടുത്തരുത്. പിന്നെ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നനഞ്ഞ മുടിയിൽ നമ്മൾ ഒരിക്കലും ബ്രഷ് ചെയ്യരുത്. അതുപോലെ തന്നെ സൾഫേറ്റ്, സിലിക്കോൺ, പാരബൻസ് അടങ്ങിയ പ്രോഡക്ട്സ് ഒന്നും, അതായത് ഷാംപൂസും കണ്ടീഷണേഴ്സും ഒന്നും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് മുടി വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അത് ഓരോരുത്തരുടെയും കൺവീനിയൻസ് കണക്കാണ് ഇരിക്കുന്നത്. ചിലർക്ക് എന്നും വാഷ് ചെയ്യണം, കാരണം വളരെയധികം അഴുക്കോ അല്ലെങ്കിൽ വിയർപ്പ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരിക്കലും ഒരുപാട് ചൂടുവെള്ളത്തിലും ഒരുപാട് തണുത്ത വെള്ളത്തിലും വാഷ് ചെയ്യാതെ ഇരിക്കുക. പിന്നീട് നമ്മുടെ ചില ബാഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെപ്പോഴും ഷാംപൂ സ്കാൽപ്പ് തൊട്ട് നമ്മുടെ ഹെയറിലെ എൻഡ് വരെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതൊരിക്കലും അത്രയും നമ്മൾ അപ്ലൈ ചെയ്യരുതെന്നാണ് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴിയുമ്പോൾ കണ്ടീഷണർ സ്കിപ്പ് ചെയ്യരുത്. കണ്ടീഷണർ എന്തായാലും യൂസ് ചെയ്യണം. അതുപോലെ മുടി വളരെ വലിച്ച് ബാക്കിലോട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടരുത്. അതായത് പോണി ടെയിൽ പോലെ വളരെ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടാതിരിക്കുകയാണ്. നമ്മുടെ ഹെയറിനെ എപ്പോഴും നമ്മൾ വളരെ മൃദുവായിട്ട് തന്നെ കെയർ ചെയ്യണം. എപ്പോഴാണെങ്കിലും നമ്മൾ ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെയുണ്ട്. കണ്ടീഷണർ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് നല്ലതായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ ആ ഹെയറിൽ മുഴുവൻ നമ്മൾ പുരട്ടേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മുടെ ഹെയറിൽ അത് ഇരിക്കണം. അതിനുശേഷം മാത്രമേ വാഷ് ചെയ്യാവൂ. പിന്നെ ഒരുപാട് കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പാടില്ല. വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു ക്ലിപ്പോ മറ്റോ ഉപയോഗിച്ച് ഹെയർ ഇങ്ങനെ കെട്ടി തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ പില്ലോ കേസ്, അതായത് തലയിണ കവർ സാറ്റിൻ ഓർ സിൽക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളുടെ ഹെയറിന്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.